നമ്മളുടെ ഹൃദയത്തിൻ്റെ ചിന്തയും വായിലെ വാക്കും ദൈവത്തിന് പ്രസാദകരമാകണം. പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ചിന്തയും വികാരങ്ങളും ദൈവത്തിങ്കൽ നിന്ന് അകന്നു പോകാറുണ്ട്. ദൈവവചനം 104 സങ്കീർത്തനം 34 വാക്യം, എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ, ഞാൻ യഹോവയിൽ സന്തോഷിക്കും. അതെ, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 63:5. ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ആയുസ്, ആരോഗ്യം, അവസരങ്ങൾ, സമയം ഒക്കെ ദൈവിക ചിന്തയിലും വിശ്വാസത്തിലും ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ധ്യാന ജീവിതം ഒരുവനിൽ കടന്നു വരുമ്പോൾ അത് അവനെ ദൈവത്തോട് അടുപ്പിക്കുന്നു. സങ്കീർത്തനം 1:2, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും പ്രാധാന്യമുള്ള ഒരു വ്യവസ്ഥിതിയാണ് ദൈവികമാകുന്ന ചിന്തയിൽ ജീവിക്കുക എന്നത്. സകല ധ്യാനങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തയും ധ്യാനവും ക്രൂശിനെ ഓർക്കുക എന്നതാണ്. അതെ, ക്രൂശിനെ ഓർത്ത് നാം ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ അത് നമ്മെ നിത്യജീവനിലേക്കും ആത്മീക ചൈതന്യത്തിലേക്കും വഴി നടത്തുവാനിടയായിത്തീരും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുന്നു. അതെ, ദൈവം തരുന്ന ആയുസ്, ആരോഗ്യം, അവസരങ്ങൾ, സമയം ഒക്കെയും ദൈവത്തെ ധ്യാനിക്കുന്നവരായി, ദൈവിക ചിന്തയിൽ ജീവിക്കുന്നവരായി നാം മുന്നേറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മിസ്രയീമിലെ നിക്ഷേപത്തേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്നയെ വലിയ ധനമെന്നെണ്ണിക്കൊണ്ട് ദൈവഭക്തൻ ക്രിസ്തുവിൻ്റെ നിന്നയെ ഏറ്റെടുത്തു. അതെ, നാം ലോകമോഹികളാകാതെ, ജഡമോഹികളാകാതെ ദൈവികമാകുന്ന വാക്യങ്ങളിൽ, ചിന്തകളിൽ മൂല്യം നിലനിർത്തുന്നവരായി പോകുന്നുവെങ്കിൽ അവൻ്റെ ആത്മാവ് സന്തോഷം കണ്ടെത്തുവാനിടയായിത്തീരും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം?